ഫാത്തിമ ഇജ്ജ് ഫെമിനിച്ചിയാ? എന്ത് ഫെമിനിച്ചി? അതെ, ഫെമിനിച്ചിയാണ്. എനിക്ക് ആദ്യം എൻ്റെ ഫാമിലി ഈ സിനിമ എങ്ങനെ എടുക്കുന്നായിരുന്നു, പക്ഷേ വളരെ പോസിറ്റീവ് റെസ്പോൺസാണ്. തിയേറ്ററിൽ ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല, നമ്മുടെ ലൈഫ് പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എടുപ്പിച്ചു നോക്കണേ. അല്ല, നിങ്ങളെ സാധാരണ കാണുന്ന എക്സ്പ്രഷൻ ഒക്കെ ലേശം കൂടെ കൂടുതൽ, അപ്പൊ ഞാൻ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഓർമ്മോട് കഥ ആദ്യം പറയുമ്പോഴേ ചെയ്യണില്ല നോ പറയാനുള്ള കാരണം എന്തായിരുന്നു? അത് പിന്നീട് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വേണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. പക്ഷേ ചില സ്ഥലത്ത് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവരൊരു കിണ്ടി ആയിട്ട് പുറത്ത് പോയിരുന്നിട്ട് തെങ്ങിന്റെ ചുവട് നിന്നിട്ട് എല്ലാവരും ഈ സാധനം അടുത്തുള്ള വീട്ടുകാരെ മുന്നേക്ക് ഇയാള് ഭക്ഷണത്തിന് അല്ലേ കഴിച്ചു. നേരം ബെഡ് നോക്കി നടന്നു. അത് ഒരുപാട് നടന്നു. പാവട്ടെ, പോസ്റ്റ്മോർട്ടമൊക്കെ കഴിഞ്ഞു വന്നതായിരുന്നില്ല, അതിന് വല്ല ഡമ്മിയൊക്കെ കൊടുക്കായിരുന്നില്ല. ഈ ലൊക്കേഷനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 3 പേരെ കൊണ്ടുപോകാം. അതായത് അസിസ്റ്റന്റേഴ്സ് 3 പേരും പിടിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകാം. ആ വെയിറ്റ് ആണ് ശമ്പളം ഒറ്റയ്ക്ക് എടുത്ത് നോക്കിയത്. എനിക്ക് നല്ല വർക്കൗട്ടായിരുന്നു. കണ്ടു നിന്നവരെല്ലാവരും യുനാനിമസ്ലി നല്ല സിനിമ എന്ന് പറഞ്ഞ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ലൈറ്റ്സ് ക്യാമറ ടോക്കിൽ സംസാരിക്കാൻ പോകുന്നത്. ഫെമിനിച്ചി, ഫാത്തിമയെ കുറിച്ച്. ഫെമിനിച്ചിയും ഫെമിനിച്ചിയുടെ ഭർത്താവും ഫെമിനിച്ചിയുടെ ക്രിയേറ്ററും ഒക്കെ ഉണ്ട് എൻ്റെ കൂടെ. അപ്പം 3 പേർക്കും വെൽക്കം ടു ലൈറ്റ്സ് ക്യാമറ ടോക്ക്. താങ്ക് യു. ആദ്യം തന്നെ സിനിമ ഞാൻ കണ്ടു. ഇന്നലെ നിങ്ങളെ ഞാൻ തിയേറ്ററിലും കണ്ടു. ഞാൻ അവിടെ നിന്ന് നൂണ്ട് നിങ്ങളുടെ ഇടയിൽ കൂടി ഇങ്ങോട്ട് പോന്നു, എന്താ വെച്ചാൽ ഇത് നേരിട്ട് പറയണം എന്ന് വിചാരിച്ചിട്ട്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അവാർഡ് സിനിമയില്ലേ, ഇത് കാണാനാണ് പോകുന്നത്. അപ്പൊ എന്റെ കൂടെ എന്റെ മോളുണ്ട്. അപ്പൊ മോളോട് ഞാൻ പറഞ്ഞിട്ട് പോവാണ്, എടാ തനിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടില്ലായിരിക്കും കേട്ടോ, ഇത് തന്റെ ടൈപ്പ് ഒരു സിനിമയാവാൻ സാധ്യതയില്ല, പക്ഷെ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് സിനിമയ്ക്ക് പോകാൻ വയ്യ, അതുകൊണ്ട് തമായോ എന്ന് പറഞ്ഞ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. പറഞ്ഞ ഞങ്ങൾ വിശ്വസിക്കില്ല. ഞാൻ വന്നപ്പോ പറയായിരുന്നു അവളെ ഇടയിലൊക്കെ ഉണ്ടല്ലോ, നിങ്ങളുടെ മറ്റേ ഷോൾ സീനൊക്കെ ഇല്ലേ, അതൊക്കെ വന്നപ്പോ എന്റെ തൊടയിലടിച്ച് 10 വയസ്സാണ് മോക്ക്. അതായത് അവിടെ ചെറിയ കുട്ടികൾ തൊട്ട് പല പ്രായത്തിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇറ്റ് ഇസ് എ ബ്യൂട്ടിഫുൾ സിനിമ. ബ്യൂട്ടിഫുൾ സിനിമ എന്ന് പറഞ്ഞാൽ ഒന്നും പറയാനില്ല, ഒരു തരി ലാഗില്ല. എന്നാൽ നമ്മൾ പ്രതീക്ഷിക്കാത്തടത്തൊക്കെ ചിരിക്കാനുണ്ട്. നിങ്ങളായിട്ട് ചിരിക്കാൻ ഒന്നും ചെയ്തു വെച്ചിട്ടില്ല. ചെയ്ത ആ മീൻകാരൻ ചേട്ടൻ ഉൾപ്പെടെ ഓരോ പെർഫോമൻസസും സംഭവമായിട്ടുണ്ട്. അപ്പൊ ക്രിയേറ്ററിനോട് ഞാൻ ചോദിക്കട്ടെ, ആദ്യം മുടിയൊക്കെ വളർന്നല്ലോ, എന്താ ഫൈസല എനിക്ക് മുടിയൊക്കെ വളർന്നിരിക്കണം. ഈ സിനിമ ഉണ്ടല്ലോ, ഇത് നമ്മൾ IFFK-യിലാണല്ലോ ഫെമിനിച്ചി ഫാത്തിമയെ കുറിച്ച് നമ്മൾ ആദ്യം കേട്ട് തുടങ്ങുന്നത് അവിടെ നിന്നാണല്ലോ. IFFK എന്ന് പറഞ്ഞാൽ സിനിമ ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ആളുകള്, ആക്ടേഴ്സ്, ഡയറക്ടേഴ്സ്, സാധാരണക്കാരൊക്കെ വരുന്ന വേദിയാണല്ലോ. അപ്പൊ IFFK-യിൽ കണ്ടിട്ട് സിനിമ കണ്ടിട്ട് ആദ്യമായിട്ട് നിങ്ങൾക്ക് കിട്ടിയ റിവ്യൂ അതൊക്കെ എവിടെ നിന്നായിരുന്നു? അവിടുത്തെ ഓഡിയൻസിന് തന്നെയായിരുന്നു ഫസ്റ്റ്. IFFK ഫസ്റ്റ് ഷോ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫസ്റ്റിൽ എങ്ങനെ ഇത് വർക്കാകുന്ന ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം അവിടെ സ്ഥിരം കളിക്കുന്ന ഒരു സിനിമകളും നമ്മൾ സിനിമ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ഒരു അവാർഡ് ടൈപ്പ് എന്ന് പറയാൻ പറ്റില്ല സിനിമ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ ഇവിടെയുള്ള ഓഡിയൻസ് ഇത് എങ്ങനെ എടുക്കാന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ആദ്യത്തെ ഷോ കഴിഞ്ഞ് അവിടെ നമ്മളെ ഫണ്ടിൻ്റെ നമ്മളെ പടത്തിൻ്റെ മൂഡിലോട്ട് ഒരു വന്ന് അവർ എൻ്റർടൈൻ ചെയ്തു. കാരണം ഇവിടെ ഇപ്പോൾ തിയേറ്ററിൽ കിട്ടുന്നതിൻ്റെ അത്രത്തോളം ചിരികൾ അതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നത് IFFK-യിലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോഴാണ് നമുക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി നമ്മൾ ചെയ്ത പരിപാടി വർക്കാണ്. പിന്നെ എല്ലാവരും പറഞ്ഞ സംഭവമാണ്, ഇത് നിങ്ങൾ സ്റ്റീരിയോ ടൈപ്പ് അവാർഡ് പാടല്ല, ഞങ്ങൾ അങ്ങനെ വെച്ചിട്ടാണ് കയറുന്നത്, പക്ഷേ ഇത് അങ്ങനെയല്ല ഞങ്ങൾക്ക് തന്നത് എന്നുള്ളത്. എന്നാലും നിങ്ങൾ കുട്ടിയുടെ കാര്യം പറഞ്ഞപ്പോൾ ഇന്നലെ ഞാൻ പടം കാണാൻ പോയപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു, ഒരു ഫ്രണ്ടിൽ ഒരു കുട്ടീനെ ഇരിക്കുന്നുണ്ട്, ഒരു പയ്യൻ, ഒരു 6-7 വയസ്സുള്ള പയ്യൻ. അപ്പോൾ കുമാർജി ഇങ്ങനെ ഫാൻ എന്നുള്ള ഷോട്ടുണ്ട്. ആ ഫാൻ ഇട്ടപ്പോൾ തന്നെ അവൻ നിർത്താണ്ട് ഇങ്ങനെ അപ്പുറത്തുള്ള ചേച്ചിമാരെ അടക്കം ആ കൈയ്യടി നിർത്തിയിട്ട് ഇവൻ വീണ്ടും ഞാനത് അങ്ങനെ കുറേ സീൻസ് ഉണ്ടായിരുന്നു. അതായത് നമ്മൾ പോലും ഒട്ടും പ്രതീക്ഷിക്കാണ്ട് ഭയങ്കര എന്റർടൈനിങ് ആയിട്ട് പോയിട്ടുള്ള സാധനങ്ങൾ ഭയങ്കര രസമുണ്ടായിരുന്നു. ഞാൻ ആ പയ്യൻ ആ കണ്ടന്റിന് അല്ലെങ്കിൽ ആ ചെയ്ത പ്രവർത്തിനെ അവന് ഉൾക്കൊണ്ടെന്നുള്ള അവന് മനസ്സിലായി എന്നുള്ളതാണ്. അതാണ് അവൻ ആ സാധനം ക്ലിക്കായി. ഇതെല്ലാം ഇത് തെറ്റാണെന്നുള്ളത് അവനക്കടക്കം അത് റിലേറ്റ് ചെയ്യാൻ പറ്റി. അവനത് ആ കൈയടിച്ചെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര, അത് കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഒരു സന്തോഷമായി. അങ്ങനെ ഇത് എല്ലാ തരത്തിലുള്ള പ്രേക്ഷകർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അതിൻ്റെ ഒരു സന്തോഷത്തിലാണ്. ഡയറക്ടർ സന്തോഷത്തിലാണ്, ഉസ്താദ് സന്തോഷത്തിലല്ലേ? സന്തോഷമാണ് ചോദിക്കേണ്ട, ഒരുപാട് സന്തോഷമുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ കുറച്ച് ദുഃഖങ്ങളും ഉണ്ട്. കാരണം ഞാൻ പല സ്ഥലങ്ങളിലും ഈ സിനിമയ്ക്ക് മുന്നേ കുറച്ച് സിനിമകളൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സിനിമേൻ്റെ IFFK-യിലുള്ള പ്രതികരണവും
പിന്നെ ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് ഉദ്ഘാടനങ്ങളും പിന്നെ ഗസ്റ്റായിട്ടൊക്കെ പോകാറുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോകുന്ന അസോസിയേഷൻ, റെസിഡൻഷ്യൽ അസോസിയേഷൻ, സ്കൂള്, അങ്ങനെ എന്തുണ്ടെന്ന് വെച്ചാലും ഞാൻ തന്നെയാണ് പ്രാദേശികമായിട്ടുള്ളതും പുറത്തുള്ളതൊക്കെ പോകാറ്. അപ്പോൾ അവർക്കൊക്കെ ഈ സിനിമ എങ്ങനെയെങ്കിലും ഒന്ന് കണ്ടു കിട്ടണം. അപ്പം ഞാനിപ്പോൾ ആ സിനിമ വന്നപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും മറ്റേ ഗ്രൂപ്പുകളിലും അസോസിയേഷൻ എല്ലാത്തിലും ഇട്ടെടുക്കും. അപ്പോൾ പലരും ഞാൻ വിളിച്ചിട്ട് പറയുന്നത് തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ അത് നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഫോട്ടോ ഇടണം, എനിക്ക് അയച്ചു തരണം, ഞങ്ങൾ സിനിമാ ഗ്രൂപ്പ് ഉണ്ട് അയച്ചു കൊടുക്കണമെന്ന്. അപ്പോൾ പലരും വീണ്ടും ഇപ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിക്കുമ്പോൾ ഞാൻ ചോദിക്കും സിനിമ കണ്ടിട്ട് എന്താ അഭിപ്രായം അറിയാത്ത, അയ്യോ സിനിമയ്ക്ക് പോകാൻ പറ്റിയില്ലെന്ന്. അത് വേറെ എന്തൊക്കെയോ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർക്ക് പോയിട്ടില്ല പലരും തിയേറ്ററിലേക്ക്. അങ്ങനെയുള്ള സന്തോഷത്തോടൊപ്പം കാണണമെന്ന് വിചാരിച്ച ആളുകൾ അത് കാണാനും പറ്റില്ല എന്ന് പറയുമ്പോൾ ഇത് കാണും കേട്ടോ. കാരണം കാണുന്ന ആളുകളുടെ അടുത്തുനിന്ന് പോകണ്ടല്ലോ. ഇതൊരു ആ ഒരു ചെറിയ സമയത്തിന്റെ പ്രശ്നമേ ഉള്ളൂ. ജസ്റ്റ് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. ഇനി ആ കണ്ടവരിപ്പം ഞാൻ ഉൾപ്പെടെ ഞാൻ വീട്ടിൽ ചെന്നൊക്കെ പറഞ്ഞു പോയി കാണട്ടോ. കാരണം ഞാൻ ഇവരെ ആരെയും വിളിച്ചില്ലായിരുന്നു. യൂഷ്വലി എന്റെ കൂടെ സിനിമ കാണാൻ വരുന്ന ഒരാളെ ഞാൻ വിളിച്ചില്ല. കാരണം ഈ വിളിച്ചിട്ട് പോകുമ്പോൾ വാർഡ് ഫിലിം പോലെയാണെങ്കിൽ ഇവരുടെ ആയിരിക്കണം ഞാൻ കേൾക്കണ്ടേ, അത് പ്രതീക്ഷിച്ചിട്ട്. പക്ഷെ ഞാൻ തിരിച്ചു ചെന്നിട്ട് ഞാൻ പറഞ്ഞു പോയി കാണട്ടോ, നല്ല രസമുള്ള സിനിമ. അത് കുഞ്ഞു സിനിമയാണ്, ഭയങ്കര രസമായിട്ടുണ്ട്. പക്ഷെ എന്താ പ്രശ്നം എന്നറിയാം, ഈ ഇപ്പൊ തിയേറ്ററിൽ ചില സ്ഥലത്ത് 2 ഷോ ഒക്കെ ഉണ്ടാവും. ചില സമയങ്ങളിൽ അത് പിന്നെ ആളുകൾ കുറയുന്ന സമയത്ത് ഒറ്റ ഷോ ആവും. അപ്പൊ ഈ കാണണമെന്ന് വിചാരിച്ചത് എന്തോ സാറ്റർഡേ സൺഡേ പ്രതീക്ഷിക്കും, അല്ലെങ്കിൽ അവരെ സമയങ്ങൾ നോക്കിയിട്ട് വരാനിരിക്കുന്ന സമയത്തൊന്നും തിയേറ്ററിൽ ആ സമയത്ത് ഷോ ഉണ്ടാവില്ല. അപ്പോൾ തിയേറ്ററിൽ നിന്ന് ഷോ മാറും ചെയ്യും. അപ്പോൾ അവർക്ക് വലിയ പ്രശ്നമാവും ചെയ്യും, എന്തുകൊണ്ട് പെട്ടെന്ന് തിയേറ്ററിൽ നിന്ന് മാറി. അപ്പോൾ നമ്മൾ മറുപടി പറയണം. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു മാനസികാവസ്ഥയിലാണ് ഇപ്പം. എത്രയും പെട്ടെന്ന് തിയേറ്ററിൽ ആളുകൾ കയറുക, നല്ല സിനിമ കാണാൻ പറ്റണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഫാത്തിമ ഇജ് ഫെമിനിച്ചിയാ? ഈ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറയുമ്പോൾ ഇതിന്റെ ഫസ്റ്റ് മെമ്മറി എന്താ? ഇതിന്റെ കഥ കേൾക്കുന്നത് തന്നെ ഓഫ് കോഴ്സ്. ഫാസിലിനെ എനിക്ക് മുന്നേ അറിയാം. 1001 നുണകൾ എന്ന് പറഞ്ഞ സിനിമയിലെ സ്പോട്ട് എഡിറ്റർ ആയിരുന്നു. അങ്ങനെ ഞാൻ മോളുണ്ടായിട്ടൊരു 3rd month ആയപ്പോഴാണ് ഫാസിൽ ഇതിന്റെ സ്ക്രിപ്റ്റ് എനിക്കിങ്ങനെ അയച്ചിരുന്നത്. ഓരോ ദിവസവും ഓരോ സ്ക്രിപ്റ്റ് അപ്ഡേറ്റ് ആക്കിയിട്ട് എന്നോട് ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി അതിൻ്റെ സ്ക്രിപ്റ്റ് ആദ്യം വായിച്ചപ്പോൾ തന്നെ. അങ്ങനെ ഞങ്ങൾ പിന്നെ ഡിസൈഡ് ചെയ്തൊരു 6 month ഒക്കെ ആവട്ടെ മോൾക്ക്. നല്ല പണിയുണ്ടല്ലോ, കിടക്കൊക്കെ പൊക്കി പിടിച്ച് നാട് മുഴുവൻ നടക്കണ്ടേ. അതെ അങ്ങനെ അത് എഗ്രി ചെയ്തു. പിന്നെയുള്ള മെമ്മറി എന്ന് പറഞ്ഞാൽ ഷൂട്ടിംഗ് ലൊക്കേഷനാണ്, അവിടുത്തെ ആളുകളാണ്. അവിടുത്തെ ആളുകളായിട്ട് നമ്മൾ ഭയങ്കര കണക്റ്റായി. ഈ സിനിമയ്ക്ക് അവിടുത്തെ ആളുകളും ഒരുപാട് നമുക്ക് ഉപകാരം ആയിട്ടുണ്ട് ഈ സിനിമയിലേക്ക്, ആ ക്യാരക്ടറിലേക്ക് ആവാനും. കാരണം ഞാൻ കാണുന്നത് ചുറ്റും ഇതുപോലത്തെ ഫാത്തിമമാരെയാണ്, നല്ല നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെയാണ് നടക്കുന്നത്. അപ്പൊ അതാണ് ആദ്യത്തെ ഓർമ്മ ഈ സിനിമയെ പറ്റി എന്ന് പറയുന്നത്. ഇത് ഞാൻ ആക്ച്വലി ഷംലേനെ സ്ക്രീനിൽ കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, സിനിമ കഴിയുമ്പോഴൊക്കെ ഞാൻ വിചാരിക്കുന്നത് അയ്യോ എന്ത് ഭംഗിയായിട്ട് അഭിനയിക്കുന്ന, വാട്ട് എ വണ്ടർഫുൾ ആക്ടർ, എന്തോ ഇതൊരു സിനിമയിൽ വരാത്തതെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് റിസർച്ച് ചെയ്യുമ്പോഴാണ് അറിയുന്നത് ഇതിനു മുമ്പ് സിനിമ ചെയ്തിട്ടുണ്ട്, ആൾ ആക്ടിവായിട്ട് മിടുക്കിയിലുണ്ടായിരുന്ന ആളാണ് അല്ലെ. പാട്ട് എഴുതുകയൊക്കെ ചെയ്യോ? പാട്ട് എഴുതാറുണ്ട്. അപ്പൊ ഭയങ്കര കലാകാരിയാണ്. ഇങ്ങനെ ഒളിഞ്ഞിരിക്കില്ലേ? പാട്ട് പാടും ചെയ്യും. പാടൂല്ലേ? അത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. പാട്ട് എന്തായാലും പഠിക്കുന്നുണ്ട്, അത് വേറെ പണി. പക്ഷെ 12 വർഷമായിട്ട് UK-ലാണ് അല്ലെ, ഇവിടെയാണോ? ഞാൻ ദുബായിലാണ് 12 വർഷമായിട്ട് അവിടെ സെറ്റിൽഡ് ആണ്. ഇനി ഇങ്ങോട്ട് വരുന്നില്ല? നമ്മുടെ ഫാമിലി ഒക്കെ അവിടെയാണ്, ഹസ്ബൻഡ് ഒക്കെ അവിടെ. അപ്പോൾ രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോവാം എന്നുള്ളൊരു പ്ലാനാണ്. ഇപ്പൊ ഈ ഫെമിനിച്ചി ഫാത്തിമ കഴിഞ്ഞിട്ടേ ഇപ്പൊ ആളുകൾ കണ്ടുപിടിച്ച് മെസ്സേജ് അയക്കുക, കോള് വരിക, ഈ പരിപാടികളുണ്ടോ? മെസ്സേജ് അയക്കാറുണ്ട്. ഒരുപാട് ഇൻസ്റ്റാഗ്രാം മെസ്സേജസ് എനിക്ക് വരുന്നുണ്ട്, വാട്സപ്പ് മെസ്സേജസ്. പിന്നെ എൻ്റെ ഫാമിലി പോയിട്ട് സിനിമ കണ്ടു. എനിക്ക് ആദ്യം എൻ്റെ ഫാമിലി ഈ സിനിമ എങ്ങനെ എടുക്കുന്നതായിരുന്നു. പക്ഷെ വളരെ പോസിറ്റീവ് റെസ്പോൺസ് ആണ്. ഒരുപാട് ചിരിച്ചു, തിയേറ്ററിൽ ഞങ്ങൾക്ക് ചിരി നിർത്താൻ പറ്റുന്നില്ല, നമ്മുടെ ലൈഫ് പോലെ തന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് മെസ്സേജ് വന്നിരുന്നു. ഫാമിലി ലൈക്ക് ഡിസ്റ്റൻറ്റ് റിലേറ്റീവ്സും അടുത്ത ആളുകളും പിന്നെ കാണുന്നവരെല്ലാം പേഴ്സണൽ മെസ്സേജസ് എനിക്ക് ഒരുപാട് അയക്കുന്നുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ. നല്ല സിനിമയാണ്. ആദ്യം ഒരു താങ്ക്സ് പറയേണ്ടത് എന്താ വെച്ചാൽ, ഇത് ശരിക്കും നമ്മൾ ഈ ടോപ്പിക് നമ്മൾ ആലോചിക്കുമ്പോഴേ ഇതിൽ മതം കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് ഇതൊരു റിസ്ക് ഫാക്ടർ ഉള്ള സിനിമയാണെന്ന് പറഞ്ഞ് മാറ്റി വെക്കാത്തതിനാണ്, അത് ചെയ്തതിനാണ്. താങ്ക് യു സോ മച്ച് ഫോർ സച്ച് എ വണ്ടർഫുൾ സിനിമ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാ ഫെമിനിച്ചി ഫാത്തിമയുടെ? ഇത് ഫസ്റ്റ് ടൈറ്റിലാണ് കിട്ടുന്നത്, ഫെമിനിച്ചി എന്നുള്ള ടൈറ്റിൽ. ഇപ്പൊ ഞാൻ ആ ഫെമിനിച്ചി എന്ന വാക്കിനെ ഞാൻ ഭയങ്കര പോസിറ്റീവായിട്ട് കണ്ടത്. കാരണം എങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ടുള്ളൂ. അപ്പം ഞാനത് അങ്ങനെ ഒരു കഥ പറയാന്നുള്ള രീതിയിൽ ഫെമിനിച്ചി ഫാത്തിമ എന്നുള്ള ടൈറ്റിലാണ് ഞാൻ ആദ്യം പടത്തിന് പിന്നെ അത് വെച്ചിട്ടൊരു സ്ക്രിപ്റ്റ് ഞാൻ അങ്ങനെ ഡെവലപ്പ് ചെയ്ത് പിന്നെ അങ്ങനെ കഴിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു ദിവസം ഞാൻ എൻ്റെ പെങ്ങളുടെ വീട്ടിൽ നിൽക്കാൻ പോണതും. അപ്പോൾ അവിടെ എൻ്റെ താത്ത ഇങ്ങനെ രാവിലെ ഞാൻ രാവിലെ എണീക്കുകയാണ് ഉറങ്ങാണ്ട്. അപ്പോൾ താത്ത ഇങ്ങനെ ചീത്ത പറഞ്ഞുകൊണ്ടിരിക്കുക മൂത്ത കുട്ടീനെ ബെഡിൽ മൂത്രയിച്ചിട്ട്. അപ്പോൾ ആ സമയത്ത് പറഞ്ഞ 2 വാക്കുകൾ ഞാൻ ഇങ്ങനെ ഉറക്കത്തിലാണ്, പക്ഷെ ഉറക്കത്തിൽ അങ്ങനെ ഡയലോഗ് എനിക്ക് മനസ്സിലായി, ഭയങ്കര ഇതായി ക്യാച്ചായി. മൂത്തം തട്ടിക്കാണ് കൊടുക്കുന്ന ബെഡായിരുന്നു, അതിന്റെ മണം പോകില്ല എന്നുള്ളത്. അതുപോലെ തന്നെ സിനിമയിൽ നമ്മൾ എടുത്തിട്ടുണ്ട്.
അപ്പോൾ അത് കെട്ട് ഞാൻ അത് എൻ്റെ മനസ്സിൽ കെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ എണീറ്റ് ചായ കുടിക്കാനൊക്കെ പോകുന്ന സമയത്ത് ഞാൻ കാണുന്ന വെച്ചാൽ ഒരു താത്ത അതുപോലെ ബെഡ് തൂക്കിയിട്ട് പുറത്ത് കൊണ്ടിട്ട് ഒരു കസാരൊക്കെ വെച്ചിട്ട് അതിൻ്റെ മേലെ അത് വിരിച്ച് ഒക്കെ ഭയങ്കര വിഷമത്തിൽ ചെയ്യണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി മുപ്പത്തേര് എത്രത്തോളം ബെഡിനെ കെയർ ചെയ്യുന്നുണ്ട്, അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അവിടെ നിന്നാണ് ഈ ബെഡ് എന്നുള്ള എലമെൻ്റ് അതിൽ കയറി വരുന്നതും. പിന്നെ അത് വെച്ചിട്ട് വീണ്ടും സ്ക്രിപ്റ്റ് വർക്ക് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയത്. നൈസ്. ഈ കഥ ആദ്യം പറയുമ്പോഴേ ചെയ്യണില്ല നോ പറയാനുള്ള കാരണം എന്തായിരുന്നു? അല്ല ആദ്യം ചെയ്യേണ്ടത് തന്നെ പറഞ്ഞത്, അതെങ്ങനെയാ മനസ്സിലായി? അല്ല പറ. അല്ല കഥ വായിച്ചു വേറൊരു ഇന്റർവ്യൂല് പറഞ്ഞു. അല്ല ആദ്യം എനിക്ക് ഇത് അയച്ചു തന്ന് ഞാൻ പ്രിന്റ് എടുത്തിട്ട് കംപ്ലീറ്റ് വായിച്ച് അധികം സമയം എടുത്തില്ല. കംപ്ലീറ്റ് വായിച്ചതിന് ശേഷം അദ്ദേഹം തന്നെ ഷംല പറഞ്ഞതുപോലെ തന്നെ ഭയങ്കര ഇഷ്ടമായി, നല്ലൊരു സിനിമയാണ്, ഗംഭീരമാണെന്നൊക്കെ പറഞ്ഞ് ഒക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് അത് അങ്ങനെ അന്ന് ചെയ്യണില്ല എന്ന് തീരുമാനിച്ചത്. അങ്ങനെ തീരുമാനിക്കാൻ കാരണം എന്താ? എന്താണെന്നറിയില്ല, ചിലപ്പോൾ അങ്ങനെ തോന്നും. അല്ല കാരണം ഞാൻ അത് കേട്ടപ്പോൾ എനിക്ക് അത്ഭുതം തോന്നാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ ക്യാരക്ടർ ആക്ച്വലി നമുക്ക് ഒട്ടും ഇഷ്ടപ്പെടാൻ പാടില്ലാത്തൊരു ക്യാരക്ടറാണ്. അയാൾ ഭയങ്കര ഒരു മെയിൽ ഷോവനിസ്റ്റ് ആയിട്ടുള്ള മനുഷ്യനാണ് അല്ലെ, നമ്മൾ നെഗറ്റീവായിട്ട് ചിത്രീകരിക്കുന്ന എല്ലാ ക്വാളിറ്റീസും ഉള്ള. പക്ഷെ അയാൾക്കൊരു ലൈക്കബിലിറ്റി ഉണ്ട്, അതായത് അയാളെ നമ്മൾ വെറുക്കൂല. ഉസ്താദിനോട് നമുക്കൊരു ഇഷ്ടമുണ്ട്, വെറുക്കുന്ന രീതിയിലല്ല ഓൺ സ്ക്രീനിൽ ഈ പുള്ളി ഭയങ്കര കോൺഷ്യസ് ആയിട്ട് അത് ചെയ്തിട്ടുണ്ട്, ഭയങ്കര നമുക്കൊരു ഇഷ്ടം തോന്നും പുള്ളിയോട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ക്യാരക്ടറാണല്ലോ. അപ്പൊ പിന്നെ അത് ചെയ്യാം, അതും ലീഡാണ്, ഫുൾ ലെങ്ത് സിനിമയിൽ ഉണ്ട് തുടക്കം മുതൽ ഒടുക്കം വരെ. എന്നിട്ട് എന്താ വേണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല, ചിലപ്പം അത് പിന്നീട് വേണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിരിക്കും ചിലപ്പോൾ വേണ്ടെന്ന് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. വേണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഇങ്ങനെ നോക്കുക ആരെ കിട്ടും, ഞാൻ ഇങ്ങനെ കുറച്ച് ആൾക്കാരെ ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കാരണം നമുക്ക് ഭാഷ ഇടുന്ന ആളും വേണം, ഇതൊന്നും നടക്കണില്ല, ആരെ കിട്ടില്ല. ഞാൻ അവസാനം ഒരു ആളൊക്കെ എന്താ ചെയ്യാതെ പല രീതിയിൽ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് വീണ്ടും വിളിച്ചത് ഞാൻ ചെയ്യട്ടെ. അതിൻ്റെ വീട്ടിൽ നിന്ന് ഭാര്യയോട് ഞാൻ പറഞ്ഞു 4 ദിവസമായപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ സിനിമ ചെയ്യില്ല എന്ന് വിചാരിച്ച്, എന്താ പറയുക ഇപ്പോൾ ഒരു അസ്വസ്ഥത ഭയങ്കരമായിട്ട് തോന്നുന്നുണ്ട്, അപ്പോൾ അങ്ങനെ ഒരിക്കലും പറയരുത്, അത് നിങ്ങൾ ചെയ്യണം എന്ന് പറഞ്ഞു. നല്ല കഥയാന്നൊക്കെയല്ല പറഞ്ഞത്, വായിച്ചിട്ടില്ലല്ലോ. അപ്പം തന്നെ ഞാൻ വിളിച്ചു, ഞാൻ ചോദിച്ചിട്ട് ചോദിച്ചു ഫാസിൽ ആ ക്യാരക്ടർ ആരെങ്കിലും ഫിക്സ് ചെയ്തോന്ന് വെച്ച് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്നാൽ ഞാൻ ചെയ്യാന്ന് പറഞ്ഞു. അപ്പം തന്നെ വീട്ടിലേക്ക് എത്തിയില്ലേ, ഇന്ന് വൈകുന്നേരം തന്നെ വീട്ടിൽ വന്ന് ഞങ്ങൾ വീണ്ടും കുറേ നേരം ഡിസ്കസ് ചെയ്ത് പിന്നെ ഒരു യാത്ര തന്നെയായിരുന്നു. പിന്നെ അതൊരു സംഭവമായിരുന്നു, പിന്നെ റെസ്റ്റ് ഹിസ്റ്ററി അല്ലേ. ഇത് തിയേറ്ററിൽ കാണുമ്പോൾ നമ്മൾ ചിരിച്ച കുറെ മൊമെന്റ്സ് ഉണ്ട്. ഇപ്പൊ എനിക്ക് ഓർമ്മ വരുന്ന ഒന്ന് നമ്മുടെ മറ്റേ ഷോള് വരുന്ന സീൻ, പിന്നെ ഒന്ന് ഫാൻ ഇടുന്ന സീൻ, പിന്നെ സുഹറാത്ത മറ്റേ പെങ്കൊച്ച് ബൈക്കിൽ കയറി പോകുമ്പോ ആരാ അവള് പോയത്, എന്തായാലും പോയില്ലേ, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ ഉണ്ടല്ലോ. നിങ്ങൾക്ക് ബിഹൈൻഡ് ദ ക്യാമറ നിങ്ങൾ ചിരിച്ച സീനുകൾ ഉണ്ടോ? ഞാൻ ചിരിച്ചില്ല, ഒന്നും ചിരിച്ചില്ല. ഇവര് ആണോ? എന്തിനു ചിരിച്ച? നിങ്ങൾക്ക് ഭയങ്കര കോമഡി ആയിട്ട് തോന്നിയ സീനുകൾ? മൂപ്പരാളെ ഇപ്പൊ നമ്മള് സ്ക്രിപ്റ്റ് ഇങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് അപ്പൊ നമ്മൾ പറഞ്ഞു മൂപ്പൾ ഫസ്റ്റ് അഭിനയിച്ച് കാണിക്കും. അപ്പൊ നമ്മളെല്ലാം അങ്ങനെ നമ്മൾ റിഹേഴ്സൽ ചെയ്യാം, എല്ലാവരും കൂടി നിന്നിട്ട് അഭിനയിച്ച് ചെയ്യാൻ. അപ്പൊ ഈ അഭിനയിക്കലിൽ പുള്ളി മൂപ്പള് കുറെ സാധനങ്ങളിടും, അത് നമുക്ക് ഫസ്റ്റ് കാണല്ലേ. നമ്മൾ എഴുതിച്ച സാധനം ഇങ്ങനെ പ്രസന്റ് ചെയ്ത് കാണുമ്പോ നമുക്കത് ഫണ്ണായിട്ടാവും. അപ്പൊ അങ്ങനെ കുറെ നമ്മള് ഇതിനെ മുന്നിൽ നമ്മൾ ചിരി നിർത്താൻ പറ്റാതെ നമ്മൾ ചിരിക്കാനായിട്ട് സമയം മാറ്റിക്കും. കണ്ടിന്യൂ എന്ന് പറയും ഫാസില് കൈകൊണ്ട് ഇങ്ങനെ കുമാർജിനോട് പറയും. നമ്മൾ ചിരിക്കുമ്പോ കുമാരി വിചാരിക്കും എന്താ ഞാനിനി റോങ് ആയിട്ട് ചെയ്തിട്ടാണോ. എന്നിട്ട് അതിന്റെ കൃത്യമായിട്ടുള്ള ലിമിറ്റില് നമ്മള് കുമാർജി ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നിർത്താൻ പറയാൻ തോന്നില്ല. അത് കണ്ടോണ്ടേയിരിക്കും, കുറേ ചിരിക്കും. ഫാസിൽ ചിരിക്കുന്നുണ്ട്, ഞങ്ങൾ എല്ലാവരും ചിരിക്കും. അപ്പൊ ഇത് കയ്യിന്ന് പോയില്ലേ? അതായത് ഭയങ്കര സീരിയസ് സീനുകളാണല്ലോ നിങ്ങൾ ഈ ചെയ്തോണ്ടിരിക്കുന്നത്. അപ്പൊ സ്ക്രീനിന്റെ ഫ്രണ്ടിൽ ഷംലയാണല്ലോ നിൽക്കുന്നത്, ആളുടെ ഓപ്പോസിറ്റ്. ഇത് മിക്കപ്പോഴും സംഭവിക്കാറുള്ളത് സിംഗിൾ ഷോട്ടിനാ. കുമാർജിന്റെ സിംഗിൾ ഷോട്ട് എടുക്കുമ്പോഴാണ് പിന്നെ ഞാൻ അവിടെ എക്സ്ട്രാ ഒന്നും എനിക്കറിയില്ല ഞാൻ എന്താ ചെയ്യണ്ടോന്നുള്ളത്. അവരറിയാം ഉസ്താദ് അങ്ങനെ ചിലപ്പോൾ ചെയ്യാൻ സാധ്യതയില്ല. അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെ ഉസ്താദ് അങ്ങനെ ചെയ്യണ്ടെങ്കിൽ അയാൾ ഒറ്റയ്ക്കല്ലേ, ഒറ്റയ്ക്ക് അയാളെ ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആരും അറിയില്ലല്ലോ. ഇപ്പൊ ബ്രഷ് ചെയ്യുന്നൊരു സാധനം ഉണ്ട്, ആ സീൻ ഓർക്കുന്നില്ല. ഫസ്റ്റ് ചീത്ത പറയും, ഈ എൻ്റെ ഒരു കുട്ടികളെ നിന്നിട്ട് മൂപ്പർ വെച്ചിട്ട് ഞാൻ ബ്രഷ് ചെയ്യുന്ന സാധനം ഉണ്ട്. ഭയങ്കര കോമഡി. ഫസ്റ്റ് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യണം. അപ്പൊ നമ്മള് ഫസ്റ്റ് എഡിറ്റ് ചെയ്തിട്ട് തന്നെ പിറ്റേഴ്സ് തന്നെ എഡിറ്റ് ചെയ്ത് ഇവരൊക്കെ കാണിക്കുന്നത്. അപ്പോൾ ഇത് അത് വിഷ്വൽ കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഒരാള് പല്ല് വെച്ചിട്ട് അപ്പിലാസാത്ത പല്ലെങ്കിൽ ഇങ്ങനെ പല്ലേക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ പ്ലേ ചെയ്ത് അപ്പോൾ കുമാർജി ഇതെല്ലാവരും പോലും എല്ലാവരും ചിരിക്കും. കുമാർജി ഇങ്ങനെ നിൽക്കുകയാണ് ആ ഭാഗത്ത്. ഇപ്പൊ കാറ് കട്ട് ചെയ്ത് അങ്ങനെ കട്ട് ചെയ്യും. ഇങ്ങനെ മാക്സിമം മീറ്റർ നമുക്ക് മാറിപ്പോയി കഴിഞ്ഞാൽ. പക്ഷെ ചില സ്ഥലത്ത് സാധനങ്ങൾ കണ്ടിട്ടുണ്ട്. ഇവരൊരു കിണ്ടി ആയിട്ട് പുറത്ത് പോയിരുന്നിട്ട് തെങ്ങിന്റെ ചുവട് നിന്നിട്ട് ഈ സാധനം അടുത്തുള്ള വീട്ടുകാർക്ക് ഇയാള് അതെ ഇയാള് ഭക്ഷണത്തിന് അല്ലേ കഴിച്ചു.
ശരിയാ ട്രൂ. അല്ല ഈ ഉസ്താദന്മാരുടെ ക്യാരക്ടറെ ഇപ്പൊ നമ്മള് മലയാള സിനിമയിലാണെങ്കിൽ ഇതിനെ പോർട്രേ ചെയ്തിട്ടുള്ള കുറച്ച് ഓവർബോർഡ് ആയിട്ടാണ് ഇല്ലേ? അത് ഭാഷയാണെങ്കിലും അവരുടെ സംസാര രീതിയൊക്കെ അങ്ങനെയാണ്. പക്ഷെ ഈ ഉസ്താദ് അങ്ങനെയല്ല. പുള്ളി ഒരു ഭയങ്കര നോർമൽ മനുഷ്യനാണ്. അതായത് ഈ പുള്ളി കുറേം കൂടെ നോർമൽ ആണെന്ന് നമുക്ക് തോന്നിക്കുന്ന ഒരു മനുഷ്യൻ. അതെങ്ങനെയാ മീറ്റർ കറക്റ്റ് ഫിക്സ് ചെയ്ത്? അത് ഡയറക്ടർ ശരിക്കുള്ള ലീഡിങ് ഉണ്ടായിരിക്കും. നമ്മൾ ചിലടത്ത് ഓവർ ആയി കഴിഞ്ഞാലോ അത്ര വേണ്ടാന്ന് പറയും, എന്തെങ്കിലും സംസാരത്തിൽ കൂടി കഴിഞ്ഞാൽ വേണ്ടാന്ന് പറയും. അപ്പം നമ്മൾ അത് തന്നെ പറയില്ല, റിഹേഴ്സൽ ഉണ്ടാവുന്നറിയില്ല. ആ റിഹേഴ്സൽ ചെയ്യുന്ന സമയത്ത് ഞാൻ എല്ലാം ജസ്റ്റ് ഒന്ന് കൂട്ടി പിടിക്കും. കൂട്ടി പിടിച്ചാൽ പിന്നെ കുറയ്ക്കാൻ വലിയ പണിയില്ല. കുറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടാൻ പറഞ്ഞാൽ ടേക്കിൻ്റെ സമയത്ത് നമുക്ക് കൺഫ്യൂഷൻ ആവും. ചില സമയത്ത് അങ്ങനെ വരാറും ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള സമയങ്ങളിൽ ഞങ്ങൾ എന്ത് ചോദിച്ചാൽ ആ സാധനം അപ്പോൾ വേണ്ടാന്ന് വെച്ചിട്ട് പിന്നീട് എപ്പോഴെങ്കിലൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഇതിപ്പോ എത്ര തിയേറ്ററുകളിൽ പോയി? ഇപ്പൊ ഇന്നലെ സിനിമ കണ്ടപ്പോ, സിനിമ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ കുമാർജി അവിടെ മറ്റേ ഈ ഭൂതം പ്രത്യക്ഷപ്പെടുന്ന പോലെ ടക്കെന്ന് പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടു. അതുപോലെ എത്ര തിയേറ്ററുകളിൽ പോയി ഡയറക്റ്റ് ആളുകളുടെ റിവ്യൂസ്? ഞങ്ങൾ ഒരു 3 തിയേറ്ററിലാണ് ഇന്നലെ പോകാൻ പ്ലാൻ ചെയ്തതിന് ശേഷം 2 തിയേറ്ററിൽ പോയിട്ടുള്ളൂ. തലേ ദിവസം ഒരു തിയേറ്ററിൽ പോയി. പിന്നെ ഞങ്ങൾ ഈ സിനിമ എങ്ങനെയെങ്കിലും ജനങ്ങളിലേക്ക് എത്തിക്കണ്ടേ, എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ചു എന്ത് ബുദ്ധിപരമായിട്ടുള്ള സംഭവമാണ് ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ പലപ്പോഴും ആലോചിക്കും. പക്ഷേ ആലോചിച്ചിട്ട് ഐഡിയ കിട്ടില്ല. അപ്പോൾ ഞങ്ങൾ മിനിഞ്ഞാന്ന് ഞങ്ങൾക്ക് തിരുവനന്തപുരത്തേക്ക് പോകണമായിരുന്നു. സൂര്യ ഫെസ്റ്റിവലിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് ഞങ്ങൾ വന്ദേ ഭാരതിലാണ് പോകുന്നത്. അപ്പം എന്നോട് ഫാസിൽ അറിഞ്ഞ് നമുക്ക് ഇവിടുന്ന് ഒരു പ്രൊമോ ചെയ്താലോ, പ്രൊമോഷൻ. അപ്പം ഞാൻ പറഞ്ഞു എന്താ ചെയ്യുക? അപ്പം എന്നോട് പറഞ്ഞ് ഇങ്ങനെ ആളുകളെടുത്ത് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെ ഞാൻ കമ്പാർട്ട്മെൻറ്റിലുള്ള ആളുകളെടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഒരു കഥയൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ കഥ പറഞ്ഞപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല അവർക്ക്. അപ്പോൾ അങ്ങനെ ഓരോ റോല് കഥ പറഞ്ഞ് അവസാനം ഞാൻ പറഞ്ഞു ഇത് കഥയല്ല, ഇതൊരു സിനിമേൻ്റെ ഭാഗമായിട്ടുള്ള പ്രൊമോഷനാണ്. ഇങ്ങനെ ഫെമിനിച്ചി ഫാത്തിമ എന്ന് പറഞ്ഞൊരു സിനിമയുണ്ട്, നിങ്ങൾ യൂട്യൂബിൽ അടിച്ച് നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ റിവ്യൂ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവരും കൊണ്ടും അതിങ്ങനെ റിവ്യൂ നോക്കിച്ച് ഞാൻ അപ്പോൾ അങ്ങനെയൊക്കെ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അവസാനം പറഞ്ഞു ഞങ്ങളെല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണണമെന്നുണ്ട്. ഒരുപാട് ആൾക്കാർ പറഞ്ഞു എന്തൊക്കെയോ രീതിയിൽ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലം നല്ല നാടകക്കാരുടെ സ്ഥലമാണ്. അവിടെ തിയേറ്ററിൽ എൻ്റെ PT മനോജ് എന്ന് പറഞ്ഞൊരു നാടകക്കാരുണ്ട്. അവൻ ഉച്ചയ്ക്ക് പോയിട്ട് നോക്കിയപ്പോൾ തിയേറ്ററിൽ സിനിമ ഇല്ല. അപ്പോൾ അവന് ഭയങ്കര വിഷമമായി. അപ്പം എന്നോട് പറഞ്ഞു അങ്ങനെ കുമാർ അങ്ങനെ സിനിമയ്ക്ക് കാണാൻ വന്നു, തിയേറ്ററിൽ സിനിമ ഇല്ലാത്തതുകൊണ്ട് തിരിച്ചു പോകണമെന്ന്. അപ്പോൾ ഞാൻ മനോജ് തന്നെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കണ്ടെത്തണം എന്ന് പറഞ്ഞു. മനോജ് ഉടനെ തന്നെ പ്രേമേന്ദ്ര മാഷുണ്ട്, പ്രേമേന്ദ്ര മാഷെ വിളിച്ച് സംസാരിച്ചു. മൂപ്പരോട് ഒരുപാട് ഫിലിം സൊസൈറ്റിയിലൊക്കെ വർക്ക് ചെയ്യുന്ന ഫിലിം സൊസൈറ്റി ഉണ്ട്, അങ്ങനെ വിളിച്ച് സംസാരിച്ചു. അത് തിയേറ്ററിൽ പിറ്റേ ദിവസം മുതൽ ആളുകൾ നന്നായിട്ട് വന്നു. 2 ഷോ വെച്ചു. ഇന്ന് 3 ഷോ വെച്ചൊരു മെസ്സേജ് ഉണ്ടായിരുന്നു. കാരണം ജനങ്ങളൊരു അവാർഡ് സിനിമ എന്ന് പറഞ്ഞിട്ട് അത് അവാർഡായിരിക്കാം, നമുക്ക് അതാണ് അത് ഒന്നാമത് IFFK വന്നിട്ടാണല്ലോ നമ്മളിത് കേൾക്കുന്നത്. അപ്പൊ അവിടെ കാണിക്കുന്ന സിനിമകൾ ഇങ്ങനെ ആയിരിക്കും എന്നുള്ളൊരു തോട്ട്, അതായത് മീഡിയയിൽ വർക്ക് ചെയ്തതുപോലെ ഞാൻ അങ്ങനെയാണ് മനസ്സിൽ വിചാരിച്ചിരുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ ഞാൻ കുറെ പേരോട് പറയുകയൊക്കെ ചെയ്തു. പക്ഷെ കാണാൻ ആളുകൾ വരിക എന്നുള്ളതാണ്. ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോയി കാണണം കേട്ടോ. താങ്ക് യു ലേറ്റർ പ്ലീസ്. കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇത്തിരി നേരമേ ഉള്ളൂ, ഒരു 1.25 മണിക്കൂറൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ? അത്രയൊക്കെ ഉള്ളൂ. കാരണം ഒരു 2 മണിക്കൂറിൽ താഴെയുള്ളൂ. കുഞ്ഞു സിനിമ പെട്ടെന്ന് തീർന്നു പോയല്ലോ എന്ന് തോന്നി. അതെന്താ ടക്കെന്ന് പറഞ്ഞ് തീർത്ത് കളഞ്ഞത്? ഞാൻ വിചാരിച്ചു പിന്നെ ഉണ്ടാവുന്നു. പെട്ടെന്ന് പേരൊക്കെ ഇത് കാണിക്കണേ തീർന്നോ പോയി. അത് പെട്ടെന്ന് നിർത്തി കളഞ്ഞു. അതന്നെയാണ് എൻ്റെ എന്നുള്ളതാണ്. ഫാത്തിമ ഫസ്റ്റ് ഷഫിനമ്മ കിടന്ന് അവസാനം അവള് ബെഡ് വാങ്ങി അവസാനം ആ കുട്ടികളൊപ്പം കിടക്കുന്നതാണ് എന്റെ പ്രോപ്പർ ഉണ്ട്. അപ്പുറത്തേക്ക് അത്രേ ഉള്ളൂ. അതിനകത്ത് ഇനി വേറെ ഒന്നും പ്രത്യേകിച്ച് പറയാം. ബെഡ് നോക്കി നടന്നു, അത് ഒരുപാട് നടന്നു. പാവട്ടെ, പോസ്റ്റ് പാർട്ടൊക്കെ കഴിഞ്ഞ് വന്നതായിരുന്നില്ല, അതിന് വല്ല ഡമ്മിയൊക്കെ കൊടുക്കായിരുന്നില്ല. ഒറിജിനൽ ബെഡ് ആയിരുന്നല്ലോ. പാവണ്ട്. ബെഡ് പറഞ്ഞാല് നമ്മള് ഇപ്പൊ ഈ ലൊക്കേഷനിൽ കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ 3 പേരെ കൊണ്ടുപോകാം. അതായത് അസിസ്റ്റന്റേഴ്സ് 3 പേരും പിടിച്ചിട്ടാണ് ഇത് കൊണ്ടുപോകാം. ആ വെയിറ്റ് ആണ് ശമ്പളം ഒറ്റക്ക് എടുത്ത് പോക്കി. എനിക്ക് നല്ല വർക്കൗട്ടായിരുന്നു. പിന്നെ നമ്മൾ അതിന്റെ വെയിറ്റ് കുറച്ചാൽ അത് മുഖത്ത് ഒരുപാട് അഭിനയിക്കേണ്ടി വരില്ല. ഇതാകുമ്പോ സ്വയം എക്സ്പ്രഷൻ അങ്ങോട്ട് വന്നോളും. ഷംലയുടെ ഉമ്മ കാണുന്നുള്ള പേടിയായിരുന്നു. ഉമ്മ ചീത്ത അറിയും. എന്റെ ഉമ്മയായിരുന്നു എന്റെ ഇപ്പൊ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നേ മോളുടെ കൂടെ നിൽക്കാന്. അപ്പൊ ഉമ്മ ചീത്ത അറിയും, അത് വെയിറ്റ് എടുക്കരുത് എന്നറിയില്ലേ. അപ്പൊ ഉമ്മാനൊരു സ്ഥലത്ത് മോളെ ഒരു സ്ഥലത്ത് ആക്കിയിട്ടാണ് ഞങ്ങൾ ബെഡ് പൊക്കുന്ന സീനൊക്കെ അഭിനയിച്ചിട്ട്. വെയിറ്റ് എടുത്തപ്പോ കുട്ടിക്ക് എങ്ങനെയുണ്ട് ഇപ്പൊ? നടുവേദന ഉണ്ടായിരുന്നു. അല്ല ഒറിജിനലി നടുവേദന ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതിന്റെ കൂടെ ബെഡും ഉണ്ടായി. കുഴപ്പമില്ല. ഫാത്തിമയെ കുറിച്ച് കിട്ടിയ ഒരു ഔട്ട്ലൈൻ എന്തായിരുന്നു? എന്താണ് ഫാത്തിമ, എങ്ങനെയാണ് ഫാത്തിമ എന്ന് ഡയറക്ടർ എന്താ പറഞ്ഞത്? നമുക്ക് ആ കഥ വായിക്കുമ്പോഴേ മനസ്സിലാവും ഫാത്തിമ എങ്ങനെയാണെന്ന്. അതായത് നല്ല സ്നേഹനിധിയായിട്ടുള്ളൊരു ഉമ്മയാണ്, ഒരു ഭാര്യയാണ്, ഒരു എല്ലാം അനുസരിക്കുന്നൊരു മരുമോളാണ്, മറുത്ത് പറയാത്തൊരു മരുമോളാണ്. പക്ഷേ ഇത്രയും സ്നേഹം കൊടുത്തിട്ടും പ്രത്യേകിച്ച് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാതെ ആയിട്ടും പിന്നീട് ഹസ്ബൻഡ് ഇങ്ങനെ ഇകഴ്ത്തി സംസാരിക്കുമ്പോഴാണ് തിരിച്ചറിയണത് ഇതെന്താ ശരിയാവില്ലല്ലോ, എൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മെത്ത എന്ന് പറയുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ ചോദിക്കണത്.
അപ്പോൾ അത് നമുക്ക് വായിക്കുമ്പോഴേ ആ ക്യാരക്ടർ മനസ്സിലാവും. അതുപോലെ ഈ കുമാർജീൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാലും ഇതുപോലെ സ്നേഹമുള്ളൊരു ഹസ്ബൻഡാണ്. പുള്ളിക്ക് സ്നേഹമുണ്ട്, ഭയങ്കര ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ ഭാര്യ കൈവിട്ട് പോവോ, കൈപ്പിടിയിൽ നിൽക്കൂലേ എന്നുള്ളൊരു ടെൻഷൻ മൂപ്പർക്കുണ്ട്. എന്നാലും ഈ സിനിമേൻ്റെ അവസാനത്തിൽ ഈ പറഞ്ഞ പോലെ നല്ല മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആളത് അക്സെപ്റ്റ് ചെയ്യാണ്. അതുകൊണ്ടാണ് പിന്നെ ഞാൻ പുതിയ ബെഡ് കൊണ്ടുപോകുമ്പോൾ ആൾ മറുത്തൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് തല താഴ്ത്തിയിരിക്കണേ ഉള്ളൂ. പിന്നെ കിടക്കുമ്പോൾ ആ ഫാന് നോക്കിയിട്ട് ഇങ്ങനെ ആലോചിച്ച് കിടക്കുകയാണ്, ഞാൻ അപ്പുറത്ത് കിടക്കുകയാണ്. ഫാത്തിമയ്ക്ക് ഉറക്കം കിട്ടി, ഉസ്താദിന്റെ ഉറക്കം പോയി. അതെ, പക്ഷെ എന്നാലും അതിലൊരു അക്സെപ്റ്റൻസ് ഉണ്ട്. അപ്പം എനിക്കിപ്പം എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്നത് ഈ സിനിമ പെട്ടെന്ന് തീർന്നു പോയി, ഫാത്തിമയ്ക്ക് കുറച്ചുകൂടെ ഒന്ന് പ്രക്ഷോഭങ്ങൾ ഉണ്ടാക്കായിരുന്നു. പക്ഷെ അതല്ല ഞങ്ങൾ ഉദ്ദേശിച്ചത്. ഇതാണ് ഇതിൻ്റെ നല്ല രസമുള്ള ഒരു എൻഡ്. അതായത് അയാളത് അക്സെപ്റ്റ് ചെയ്യുന്നു. അതിൽ കൂടുതലാക്കിയാൽ ചിലപ്പോൾ കൈവിട്ട് പോകും. അത് അത്രയും മതിയാക്കാതെ അതൊക്കെ ശരിയാട്ടോ. അത് പിന്നെ ആലോചിക്കുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്രയും മതി, അത് അവിടെ നിർത്തുന്നതാണ് കാര്യം. പിന്നെ ആദ്യം ഞാൻ പറഞ്ഞ പോലെ പെർഫോമേഴ്സ്, ഇതിലെ പെർഫോമൻസുകൾ ഇപ്പോൾ കുമാർജിയും ഷംലിയാണ് ഇവിടെ ഉള്ളത്, സൂറാത്ത, ജമീല. അത് ഞങ്ങൾ ഇവിടെ ഇരുന്ന് നിങ്ങൾ വരുന്നതിന് മുമ്പ് സംസാരിക്കുമ്പോൾ ആദ്യത്തെ ഫെമിനിറ്റി സൂറാത്തയാണ്. സൂറാത്ത കിഡുമാണ്. അതായത് പുള്ളിക്കാരി ഒരു രക്ഷയില്ല. അത് അഭിനയം എന്നല്ല, നമ്മളെ സിനിമ കാണുമ്പോഴും ഒരു ഫീൽ ഉണ്ട്. അതായത് ഒരു സിനിമ കാണുന്ന ഫീൽ അല്ല, ഇതെന്തോ നമ്മുടെ ഏതോ ഒരു വീടിന്റെ മുന്നിൽ ഒരു ക്യാമറ വെച്ചേക്കുന്ന സിനിമ. ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ആയിരുന്നു. അതിന് അവരൊക്കെ തന്നില്ല. ആ മീൻകാരൻ ചേട്ടൻ, അങ്ങനെ ബെഡ് കൊണ്ടുവന്ന ചേട്ടൻ, അയ്യോ പുള്ളിയൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ഇത് എവിടെ നിന്ന് ഇവരൊക്കെ കണ്ടുപിടിച്ചേ? സൂറാത്തിന്റെ അയൽവാസിനെയാണ് ഞാൻ വെബ് സീരീസ് ചെയ്യണ്ടായിരുന്നു. ആ അയൽവാസിനെയാണ് ഇതിൽ അയൽവാസി. അപ്പൊ സൂറാത്തേക്ക് ആക്ട് ചെയ്ത് പരിചയമുണ്ടോ? ഇല്ല മാൻ. അതെന്ന് വെച്ചാൽ ഞാൻ ട്യൂഷൻ കൂടെ വെബ് സീരീസ് ഡയറക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു കുട്ടിയുടെ അമ്മയാണ് വിജയിച്ചേച്ചി സൂറാത്ത. മുമ്പത്തേര് കുട്ടീനെ കൊണ്ടൊക്കെ വന്നിട്ട് ഞാൻ ട്യൂഷൻ വീട്ടിൽ ഒന്ന് അഭിനയിച്ച് നോക്കിയെന്ന് പറഞ്ഞിട്ട് പിടിച്ച് അഭിനയിച്ച. അപ്പോൾ അടിപൊളി ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഒരു വെബ് സീരീസ് ഇങ്ങനെ ഫാത്തിമ പ്ലാൻ ചെയ്തപ്പോൾ തന്നെ ഷംലനെ ആദ്യം വിളിച്ചു പറഞ്ഞു. പിന്നെ സൂറാത്ത എന്നുള്ള ഓപ്ഷൻ വിജയിച്ചിൻ്റെ ആയിരുന്നു. ചേച്ചി അടുത്ത് വിളിച്ചു, ഇങ്ങനെ പരിപാടി നിങ്ങൾ വരണട്ടാന്ന് പറഞ്ഞപ്പോൾ റെഡി ആയി. അപ്പൊ ചേച്ചിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു? ഇല്ലില്ല, അതുപോലെ ട്യൂഷൻ വീട്ടിൽ നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തോണ്ടിരിക്കുന്നു. ഒരു കംഫർട്ട് സോൺ ഉണ്ടല്ലോ അല്ലേ? നമ്മളിങ്ങനെ സ്ഥിരം കാണുന്ന ആളാണ്. നമുക്ക് അങ്ങനെ ഞാനൊരു ഡയറക്ടറാണ് അല്ലെങ്കിൽ ഞാൻ അത് അഭിനയിക്കാൻ പോകുന്നുള്ള സാധനമൊന്നും ഇല്ല. അതുപോലെ തന്നെയാണ് ഇപ്പൊ വിജയിച്ചില്ല ജമീലാത്ത, പിന്നെ ചേച്ചി, ചെറിയ തൂക്കാത്ത ചേച്ചി, ഇവരൊക്കെ വെബ് സീരീസിൽ. പിന്നെ അതില് അംഗനവാടി ടീച്ചർ ഉണ്ട് ഫാസിലിന്റെ, എന്റെ ടീച്ചർ ഇതൊരു ഫാമിലി മൂവിയാണ് അങ്ങനെ നോക്കുമ്പോ ലിറ്ററലി അല്ലേ? എന്റെ കസിൻ അഭിനയിച്ചിട്ടുണ്ട്, പെങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. അതാരായിരുന്നു? അവസാനം വരുന്ന ഫാത്തിമ, തട്ടിട്ട് വരുന്ന എഞ്ചിനീയർ. പിന്നെ അത് മാത്രല്ല, നമ്മളാ ഫാസിലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ അവരായിട്ടൊക്കെ പെട്ടെന്ന് ജെല്ലാവും, തൊട്ട് പരിസരത്തുള്ളവരൊക്കെ ആയിട്ട്. ഞാൻ എൻ്റെ ചെറിയ മോനെ അംഗനവാടി കൊണ്ടാക്കി തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു സീനിൽ ഒരു സ്റ്റെപ്പിൽ നിന്നിട്ടൊരു ആൺകുട്ടി ഇങ്ങനെ പല്ല് വയ്ക്കുന്നുണ്ട് രാവിലെ. അത് അപ്പം അവൻ അവിടെ ഇരുത്തിയതാ. അത് ആ ചുറ്റുവട്ടത്തുള്ളൊരു കുട്ടിയാടാ, വാടാ അവിടെ ഇരിക്കടാ, ബ്രഷ് ചെയ്യടാ, പല്ല് വയ്ക്ക്, രാവിലെയാണ്. ആ കുട്ടികൾ വന്നിരുന്നു. അതുപോലെ അവിടെ ഓടാന്, പാസിങ്ങിന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അതില് ആ സലാം മീൻകാരനായിട്ട് ശരിക്കും മീൻകാരനാണ്. അവനെ ശരിക്കും ഞാൻ എന്റെ ഫ്രണ്ടാണ് അവന്. അപ്പൊ ഞാൻ എങ്ങനെ വായ അഭിനയിക്കുമ്പോ എത്ര ആക്ടേഴ്സ് അല്ലേ നമ്മുടെ ചുറ്റും? അല്ല ബെഡ് കൊണ്ടുവരുന്ന ചേട്ടന് പുള്ളി ആക്ടറാണ്. പുള്ളി കുറെ കാലമായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് പാട്ട് രണ്ട് പടം അഭിനയിച്ചിട്ടുണ്ട്. എന്റെ പണ്ട് എന്റെ സുഹൃത്താ. പുള്ളിനെ വിളിച്ചു. അത് ആദ്യം നമ്മൾ വേറെ ആളെ അവിടെ പ്ലേസ് ചെയ്ത്, അപ്പൊ 30 അഭിനയിച്ച് അത് ഇങ്ങനെ റെഡി ആവാത്ത കാരണം ഞാൻ വേറെ ആളെ വിളിക്കുന്നില്ല. നമ്മൾ മുന്നേ പ്ലാൻ ചെയ്തിട്ടുള്ള കാസ്റ്റിംഗ് ഒന്നും നടത്തുന്നത്, അത് സ്പോട്ടിലാണ് നമ്മൾ നടത്തുക. അതിപ്പോൾ നാളെ കഥ അങ്ങനെ തന്നെ എഴുതിയിരുന്നത്. എഡിറ്റിംഗ് പുതിയൊരു ക്യാരക്ടർ എൻ്റെ ഇതിപ്പോൾ ആരെ വിളിക്കുന്ന പറയുമ്പോൾ ഞാൻ എൻ്റെ സർക്കിളുള്ള ആൾക്കാരെ ആലോചിക്കും. അത് എൻ്റെ നാട്ടിൽ ചുറ്റുമുള്ള ആൾക്കാരെ നമ്മൾ ആലോചിക്കുക, ഇവിടെ ആരെങ്കിലും കിട്ടുമെന്നുള്ളത്. അങ്ങനെ കിട്ടില്ലെന്നുണ്ടെങ്കിൽ മറ്റാളുണ്ടല്ലോ, അങ്ങനെ അയാളെ വിളിച്ച്. അതുപോലെ തന്നെ ടീച്ചറെ വിളിച്ചത്, നമ്മളെ അംഗനവാടി ടീച്ചർ. ഞാനിങ്ങനെ ചുറ്റുപാടത്തുള്ള ആരാണ് അങ്ങനെ ചെയ്യുന്ന ആളാകുമ്പോൾ മുപ്പത്തേര് കുഴപ്പമില്ലാത്ത ആൾ സ്മാർട്ടായ ആളാണല്ലോ എന്ന് എനിക്ക് തോന്നിയോണ്ട് ഇപ്പോൾ അഭിനയിക്കൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആള് സ്മാർട്ടാണെന്ന് എനിക്കറിയാം. അങ്ങനത്തെ ആൾക്കാരൊക്കെ എനിക്ക് എന്റെ ചുറ്റുവട്ടത്തിലുള്ള അങ്ങനെ ആൾക്കാരൊക്കെ ഉണ്ണിയേട്ട, പിന്നെ നമ്മള് കോയാക്കായിട്ട് പറഞ്ഞ ഒരാൾ പിന്നെ ഒരു പടങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. ഭയങ്കര അടിപൊളി ആർട്ടിസ്റ്റാണ്. സത്യം, ഇതിലെല്ലാരും അതെ പറഞ്ഞില്ല, ചെറുത് തൊട്ട് വലിയ റോൾ വരെ ചെയ്തേക്കുന്ന എല്ലാ ആളുകളും, കുട്ടികൾ ഉൾപ്പെടെ ഉണ്ടല്ലോ, ഭയങ്കര ഇവരുടെ മക്കളായിട്ട് ചെയ്ത കുട്ടികളൊക്കെ രസമായിട്ടുണ്ട്. അവരൊക്കെ ഭയങ്കര രസമായിട്ട് ഈ നമ്മൾ നിൽക്കുമ്പോഴേ, പ്രത്യേകിച്ച് നമുക്കൊരു തിയേറ്റർ ഇതൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ കൂടെയുള്ള ആളുകളെ നമ്മൾ നിരീക്ഷിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നിരീക്ഷിച്ചപ്പോ ഇതൊരു അസാധ്യ ആക്ടർ ആണല്ലോ എന്ന് ഞെട്ടിപ്പോയ, അല്ലെങ്കിൽ ഒട്ടും പ്രതീക്ഷിക്കാണ്ട് കുമാരേട്ടനെ ഞെട്ടിച്ച ഒരാളായിരുന്നു.
അല്ല ഞാൻ ഇത് ഈ ഫസ്റ്റിൽ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ചെയ്യുമ്പോഴും അങ്ങനെ കറപ്ഷൻ ഉണ്ടായിട്ടില്ല. അവർ ചെയ്യുന്നത് ഒന്നോ രണ്ടോ അതിനെല്ലാം ഓക്കെ ആയിട്ടാണ് പോണത്. വല്ലാതെ പണിയെടുത്ത് എല്ലാവരും സിംഗിൾ ടേക്ക് ആർട്ടിസ്റ്റ്. അപ്പോൾ നമ്മളെന്താ വെച്ചാൽ നോക്കിക്കണം. എന്താ വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ഒരു ഷോട്ട് എടുക്കണതിൻ്റെ പിന്നെ ഞാൻ അവരൊരു ഷോട്ട് ഒന്ന് പോയി നോക്കിയതിൻ്റെ ശേഷം എൻ്റെ ഷോട്ടിലേക്ക് പോവുക. കാരണം അവരെല്ലാവരും ചെയ്യണം കാണുമ്പോൾ മനസ്സിലാവും ഇതാണ് മീറ്റർ ഇങ്ങനെ പിടിച്ചാൽ മതി. എത്ര നമുക്ക് മനസ്സിലായാലും പിന്നെ ഞാൻ ഷോട്ട് എടുക്കുമ്പോൾ ഒന്ന് പോയി നോക്കിയിട്ടാണ്. ഷംലൊക്കെ അഭിനയിക്കണം കാണുമ്പോൾ ഒന്നും ചെയ്യുന്നേ കാണില്ല. ചില സാധനത്തൊക്കെ ഇപ്പോൾ കണ്ടപ്പോൾ ഓരോ സീൻ നോക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ചീത്ത പറഞ്ഞിട്ട് പോകുന്നുണ്ട്. പെണ്ണുങ്ങൾ വീട് ഭരിക്കാൻ തുടങ്ങുന്ന എന്താ സാധനമുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ കഴിഞ്ഞിട്ട് ഇവിടെ മുഖത്തേക്ക് നോക്കുമ്പോൾ ഇവിടെ മുഖത്ത് ഒരു വല്ലാത്തൊരു ഭാവമുണ്ട്. പിന്നെ ഞങ്ങൾ രണ്ടാളും ചെയ്യുന്ന സമയത്തും ഭയങ്കര കെമിസ്ട്രി വർക്കൗട്ട് ഉണ്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു എപ്പോഴും. അതായത് രണ്ടാളും പറയുന്ന അഭിപ്രായങ്ങൾ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ഉണ്ട്, മ്യൂച്വൽ റെസ്പെക്ട് അത് എടുക്കുന്നുണ്ട് അല്ലേ. തിരുത്താൻ രണ്ടുപേരും എന്തെങ്കിലും അങ്ങനെയല്ല ഇങ്ങനെയാണ് അതിന്റെ മോഡുലേഷൻ അങ്ങനെയാണെന്നൊക്കെ പറയുമ്പോൾ ഒരു തിരുത്താനുള്ള മനസ്സ്, അത് ഭയങ്കര സന്തോഷമാണ് ഒരു ലൊക്കേഷനിൽ പോയാൽ അങ്ങനെയുള്ളൊരു കോ ആക്ടർ ഉണ്ടാവുക എന്ന് മനസ്സിലായി. ഇത് ഈ ഉസ്താദിനെ പിടിക്കുന്നതേ, ഈ ഉസ്താദുമാരെ പരിചയമുണ്ടോ? കണ്ടിട്ടേ ഉള്ളൂ, കണ്ടിട്ടുള്ള അവരായിട്ട് ഒരാളായിട്ട് കൊടുക്കാൻ ഒരു നിരന്തരമായിട്ടുള്ള ബന്ധങ്ങളോ ഫ്രണ്ട്ഷിപ്പോ ഒന്നുമില്ല. അവർ ഒരു എന്താ പറയുക വേറെ അങ്ങനെയല്ല. അവർ രാവിലെ മദ്രസയിലേക്ക് പോകുന്നു, തിരിച്ചു പോകുന്നു, അങ്ങനെ കാണുന്നത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പിന്നെ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ടാവില്ലേ, മരിച്ച വീട്ടിലൊക്കെ അവർ വന്നിട്ട് അങ്ങനെ ഇങ്ങനെ ചൊല്ലുന്നതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. വേറെ അവരുടെ ലൈഫിനെ കുറിച്ചിട്ടൊന്നും വലിയതില്ല. പക്ഷെ സ്ക്രിപ്റ്റ് വെച്ചാൽ അതിലൊക്കെ ഉണ്ട് സാധനങ്ങളുണ്ട്. അത് നമ്മളൊന്ന് ഫോളോ ചെയ്താൽ മാത്രം മതി. പിന്നെ എന്തെങ്കിലും സംശയങ്ങൾ ചോദിച്ചാൽ അപ്പം തന്നെ പാസിൽ ഇങ്ങനെ ആയിരിക്കാം എന്ന് പറഞ്ഞു തരും. നമ്മൾ ചെയ്തു നോക്കുമ്പോൾ തന്നെയാണെന്ന് ഓക്കെ എന്ന് പറഞ്ഞാൽ പിന്നെ ഞാൻ പറഞ്ഞ പോലെ സെറ്റിൽ ഞങ്ങൾക്ക് ടെൻഷനിലായിരുന്നു. അതേപോലത്തെ ലൈറ്റുകൾ മാത്രമേ തന്നെ ഉണ്ടായി, വലിയ ലൈറ്റുകളൊന്നും ഇല്ല. പിന്നെ നമ്മൾ ഈ ക്യാരവാനും സംഭവങ്ങളൊന്നും ഇല്ലാണ്ട് ഒരു ഷൂട്ടിംഗ് ലൊക്കേഷൻ ഫീൽ ഇല്ലല്ലോ. ഏതൊക്കെയോ വീടിന് മുമ്പിൽ എവിടേക്കോ ക്യാമറ വെച്ചേക്കുന്നു. ആ വീട്ടിൽ ഞങ്ങളുടെ സാധനം തന്നെ ആദ്യത്തെ ദിവസം ആ വീട്ടിലേക്കൊക്കെ കയറി ചെല്ലുമ്പോൾ ആ പടിയിലിരിക്കണം, ചില കമ്പറൊന്ന് നിനക്കിലിരിക്കുക. പിന്നെ നേരെ ചെന്ന് ഷർട്ട് അയച്ചിട്ട് ആ പടിയിൽ കിടക്കണ്ടാവും. വെച്ചിട്ട് നമ്മുടെ വീട്. പിന്നെ ഓരോ ബെഡ്റൂം എല്ലാവരും പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ റെസ്റ്റ് എടുക്കാൻ അവിടെ പോയി കിടക്കും. മുറ്റത്ത് നമ്മൾ കസേരയിട്ടിരിക്കുമ്പോൾ അത്രയും കാലം നമ്മൾ വിചാരിക്കും ഇവരൊക്കെ ഭയങ്കര ഓർത്തഡോക്സ് ആയിരിക്കും, നമ്മളിത് സംസാരിക്കാൻ വരില്ല. നമ്മളെ കാണുമ്പോഴേക്ക് തട്ടങ്ങനെ ഇട്ട് അവിടെ ഇങ്ങനെ നോക്കി കുറേയൊക്കെ ഞാൻ വിട്ട് നിന്ന് വേലിക്ക് അപ്പുറത്തുള്ളവർ അടുത്തടുത്ത് വന്നിട്ട് ഉസ്താദാണെന്ന വിചാരം. അപ്പോൾ മോനക്കൊന്നും പണിയില്ല, അപ്പോൾ എന്താണെന്ന് അറിയില്ല, കടപ്പുറത്താണെങ്കിൽ അതാണ് അങ്ങനെയാണ് എന്താ ഇല്ല. നമുക്ക് അതും പറയാൻ പറ്റില്ല ഇതും പറയാൻ പറ്റില്ല, നമ്മളൊക്കെ ശരിയാവും കേട്ടിരിക്കും. ഇങ്ങനെ ആരെങ്കിലും ഒക്കെ പറയാൻ വന്നാൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അവിടെ അല്ലേ. ഒരാൾ വന്നിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടും സങ്കടമൊക്കെ പറഞ്ഞപ്പോൾ എല്ലാം എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു, പാവം ഞാൻ സിനിമയിൽ അഭിനയിക്കാന്ന് പറഞ്ഞില്ല, അതിന് വിഷമാവൂലേ, എന്തൊക്കെയോ പ്രതീക്ഷ. അടുത്തുള്ള എല്ലാ താത്തമാരും നമ്മളോട് ഒരു ഭയങ്കര റെസ്പെക്റ്റോട് കിട്ടുന്നത്. എന്ത് സ്നേഹം എന്നറിയാം. പൊന്നാനിയിൽ ഇത്രയും സ്നേഹം ഉണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പൊന്നാനിയിൽ എല്ലാവരും നല്ല മനുഷ്യന്മാരാണെന്ന് പിന്നെ മനസ്സിലായി. ഒരാള് റോട്ടിലൂടെ നടന്നു പോകുമ്പോ താത്തമാര് കണ്ടു കഴിഞ്ഞാൽ തല ഒരു സ്ഥലമായി ഏറെക്കുറെ. ഇനി അതിൽ നിന്ന് ഇറങ്ങാൻ കുറച്ച് സമയം എടുക്കുമായിരിക്കും. ഇറങ്ങി. ആണോ? സെറ്റാണോ? ഫാത്തിമേന്ന് ഇറങ്ങിയോ? ഫാത്തിമയുടെ നടുവേനൊക്കെ മാറിയോ? നടുവേദന അവിടെ ഉണ്ട്, അത് അന്നേയുള്ള നടുവേദനയാ. ബെഡ് തൂക്കിച്ചു കൊണ്ടുവന്നാട്ടോ അതൊക്കെ. അല്ല അതിന് പിന്നെ ഫാത്തിമേന്നൊക്കെ ഇറങ്ങി. ഇനി ഈ ഫാത്തിമ ഒട്ടും കണക്ട് ആവാത്ത ഒരാളാണല്ലോ. അതായത് ഷംലയുടെ ലൈഫ് സ്റ്റൈല്, ഷംലയുടെ ഇത് വെച്ചിട്ട് ഒട്ടും കണക്ട് ആവാത്തൊരു ക്യാരക്ടർ അല്ലേ? അതെങ്ങനെ സെറ്റ് ചെയ്തേ? അത് നമ്മളിങ്ങനെ പഴയ സിനിമകളിലും കുറേയൊക്കെ ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് കണ്ടിട്ടില്ലേ, ലൈക്ക് വീട്ടമ്മമാരുടെ അങ്ങനെ കണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ചുറ്റുവട്ടത്ത് കണ്ടിട്ടുണ്ട് ഇഷ്ടംപോലെ. അങ്ങനെ പരിചയമുള്ള ആളുകളാണ് ഇതൊക്കെ. ഷംല ശരിക്കും അതുപോലത്തെ ആളല്ലാന്ന് വിചാരിക്കാം. പക്ഷെ ഇതിന് ചുറ്റും നിൽക്കുന്നത് അങ്ങനത്തെ ആൾക്കാരാണ്. അപ്പൊ ഷംല ഉമ്മ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഇങ്ങനത്തെ എല്ലാ ചുറ്റും ആൾക്കാരൊക്കെ ആൾക്കാരായിരിക്കും. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ആണല്ലോ. പക്ഷെ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മളുടെ പാരന്റ്സ്, ഗ്രാൻഡ് പാരന്റ്സ് ഒക്കെ ഇതേ ഒരു ചിട്ട, അതാണ് ഈ അഷ്റഫ് എന്ന ഈ ചിട്ടയാണ് മാറ്റാൻ പറ്റാത്തത്. അയാൾ ഭാര്യൻ്റെ ഒരു ചുവട് വെപ്പിലൂടെയാണ് അയാൾ ചിട്ട മാറ്റാൻ ശ്രമിക്കുന്നത്. അയാൾ ശീലിച്ച ചിട്ടകളാണ്, അത് അയാളുടെ കുറ്റമല്ല. അയാൾ അങ്ങനെയാണ് ശീലിച്ചിട്ടുള്ളത്. അയാളുടെ അമ്മ പറയുന്നത് ഭക്ഷണം കഴിച്ചാൽ പാത്രം നീ തന്നെ കൊണ്ടുവയ്ക്കുക, അങ്ങനെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പം അയാൾക്കത് ആ ശീലം മാറ്റാനുള്ളൊരു ബുദ്ധിമുട്ടാണ്. പക്ഷെ അത് മാറ്റി അവസാനം നമുക്ക് മനസ്സിലാവുന്നത് അയാളത് മാറ്റും. അപ്പോൾ എല്ലാവരും ഇത് ശീലിച്ചതാണ്, ഈ ഒരു ചിട്ടകൾ, ഇങ്ങനത്തെ ഒരു സ്വഭാവം. ഷംലയുടെ കാസ്റ്റുകളുടെ മെയിൻ ഒരു കാരണം എന്ന് വെച്ചാൽ നമ്മളെ ലൊക്കാലിറ്റിയിലുള്ള ആളാണെന്നുള്ളത്. അതായത് തൃത്താലയാണ് വീട്. അപ്പോൾ നമ്മളെ ഏകദേശം കൾച്ചറൊക്കെ ആയിട്ട് ബന്ധമുള്ള, ഭയങ്കര ദൂരമുള്ള ആളൊന്നുമല്ല.
നമ്മുടെ സംസാര ശൈലിയൊക്കെ അങ്ങനത്തെ പേരുള്ള ആളാണ്. പക്ഷെ ആ സ്ലാങ് അങ്ങനെ കാര്യമായിട്ട് വരില്ല എന്ന് തോന്നുന്നു അല്ലേ? സ്ലാങ് പിന്നെ പഠിച്ചതും എല്ലാം ഇങ്ങനെ മലപ്പുറത്തും കോഴിക്കോട്, കൊച്ചി, തൃശ്ശൂർ അങ്ങനെ പരന്ന് പഠിച്ച ഒരാളാണ്. അതുകൊണ്ട് സ്ലാങ് പിടിക്കാൻ എളുപ്പമാണ്. പിന്നെ ജനിച്ചതും വളർന്നതൊക്കെ ഈ പരിസരം, പൊന്നാനി, എടപ്പാൾ, അവിടെ എല്ലാവരും അറിയുന്നതല്ലേ. അപ്പൊ സ്ലാങ് പിടിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. ഇത് ആക്ച്വലി തിയേറ്ററിൽ ഇറക്കാൻ ഉദ്ദേശിച്ച് തന്നെ ഉണ്ടാക്കിയ സിനിമയാണ്. ഞാനിതൊരു അവാർഡ് പടം എന്ന രീതിയിലല്ല ഇതിന് ട്രീറ്റ് എടുക്കുമ്പോൾ അതൊരു അവാർഡ് പടം അല്ലെങ്കിൽ അങ്ങനെയല്ല നമ്മൾ എടുത്തത്. നല്ലൊരു സിനിമ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഒരു ഓഡിയൻസ് ഇപ്പോൾ തിയേറ്ററിൽ വന്ന് ഒരാൾ ഓഡിയൻസ് കാണുമ്പോൾ അത് അവർക്ക് അതിൽ ഇന്നാണോ അവർ എൻ്റർടൈൻ ചെയ്യണം എന്നുള്ള പോയിന്റാണ് എനിക്കുള്ളത്. കാരണം എനിക്ക് അത്ര സിനിമകളാണ് ഇഷ്ടം. ഞാൻ നമ്മൾ കണ്ടു ചിരിക്കണം, അങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ നിർത്തണം. അങ്ങനത്തെ ഒരു ഇതിലാണ് എടുത്തത്. പക്ഷേ അതിൻ്റെ ഇടയിലൊരു കഥ പറയാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ അത് ഇങ്ങനെ ക്രിട്ടിക്കലി അവാർഡ് കിട്ടിയപ്പോൾ ഡബിൾ സന്തോഷമായി. പക്ഷേ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുന്നേ ഇത് ഫെസ്റ്റിവൽസിലൊക്കെ പോകാൻ കാരണം എന്താ? എനിക്ക് അങ്ങനെ ഫെസ്റ്റിവൽസിന് പോയതുകൊണ്ടായിരിക്കും ഇത് അങ്ങനെ ഒരു ഫെസ്റ്റിവൽ മോഡിലുള്ള സിനിമ തോട്ട് വന്നത്. നമുക്ക് ഈ ഫസ്റ്റ് എന്ന് വെച്ചാൽ നമ്മൾ ഇതുപോലത്തെ ചെറിയ സിനിമ ചെയ്യണം. ഈ സിനിമ ചെയ്യുമ്പോൾ നമുക്ക് നമ്മളെ വർക്ക് ഷോക്കേസ് ചെയ്യാൻ വേറെ സ്ഥലമല്ല IFFK അല്ലാണ്ട്. നമ്മൾ ഇത്ര ചെറിയ ഒരു പടം ചെയ്ത് നമ്മളോട്ട് ആളുകളുടെ മുന്നിലോട്ട് എത്തിക്കുക എന്നുള്ള ഫസ്റ്റ് ഓപ്ഷനാണ് നമ്മൾ IFFK അയക്കുക, അല്ലെങ്കിൽ അവിടെ ഒരു സ്ക്രീനിങ് കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അവിടെ അങ്ങനെ സ്ക്രീനിങ് കിട്ടിക്കഴിഞ്ഞാൽ പടത്തിന് കുറച്ചും കൂടി വിസിബിലിറ്റി കിട്ടും എന്നുള്ള പ്രതീക്ഷയാണ്. മനസ്സിലായി. അങ്ങനെ പക്ഷെ അവിടെ ഭയങ്കരമായിട്ട് കിട്ടിക്കലും കിട്ടി, അതിന് ഓപ്പോസിറ്റ് ഇതും കിട്ടി. പക്ഷേ പിന്നീട് എനിക്ക് തോന്നുന്നത് ആളുകൾ ഇതിനെ ഭയങ്കരമായിട്ട് മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തോന്നുന്നത് ഒരു അവാർഡ് സിനിമ ആണെന്ന്. പണ്ടേ നമ്മള് പറയാറില്ല ഇങ്ങനെ അതൊരു അവാർഡ് പടമാണ്, അത് സ്ലോ ആണ്. എനിക്ക് തോന്നുന്നു ഈ അവാർഡ് പടം എന്ന് പറയുമ്പോൾ എല്ലാരും വിചാരിക്കുന്നത് എടുത്തു അതാണ് തോന്നുന്നു. പക്ഷെ ഇത് അങ്ങനത്തെ ഒരു സിനിമയേ അല്ല. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും പറയായിരുന്നു നമുക്ക് നമ്മളായിട്ട് വീഡിയോസ് ഇടാം, ലൈക്ക് ഇത് നിങ്ങൾ പറയുന്ന പോലെ അവാർഡ് പടം എന്ന് നമ്മൾ പറഞ്ഞ് ശീലിച്ച പോലെ ഇതൊരു സ്ലോ സിനിമയല്ല. ഇത് ചിരിച്ച് സന്തോഷിച്ച് ഇനി സങ്കടപ്പെട്ട് ചിരി സമ്മാനിക്കുന്നൊരു സിനിമയാണ്. ഫാസ്റ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ മുഷിപ്പിക്കാത്തൊരു സിനിമയാണ്. അപ്പോൾ അത് അവിടേക്കാണ് എത്തേണ്ടത് നമ്മൾ. അപ്പൊ ഇത് IFFK കണ്ടു കഴിഞ്ഞിട്ടാണോ വേഫെയർ ഫിലിംസ് വരുന്നത്? അതെ, വേഫെയർ ഫിലിംസ് IFFK കണ്ടു കഴിഞ്ഞ് ആ സമയത്ത് പടത്തിന് ഭയങ്കര ഹൈപ്പായിരുന്നു. പിന്നെ ഞാൻ കുറേ ഡിസ്ട്രിബ്യൂഷൻ പരിപാടി ഇങ്ങനെ സംസാരിച്ചൊന്നും നടക്കണില്ല. ഞാൻ ഒരു വേഫെയറായിട്ട് വേറൊരു സ്ക്രിപ്റ്റ് സംസാരിക്കാൻ വേണ്ടി പോയതാണ് അവിടെ. അപ്പോൾ ഞാൻ ആ സ്ക്രിപ്റ്റൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്ത പടത്തിൻ്റെ ട്രെയിലർ അതാട്ടാന്ന് പറഞ്ഞിട്ട് ഫാത്തിമയുടെ ട്രെയിലർ കാണിച്ചു കൊടുത്തത്. അപ്പോൾ അവർ ചോദിച്ചു ഇത് റിലീസായി ചോദിച്ചു. ഇല്ല ചോദിച്ചു. അതെന്താ ചോദിച്ചാൽ ഡിസ്ട്രിബ്യൂഷൻ ആയിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് നമുക്കൊന്ന് കാണാൻ തരുമോ ചോദിച്ചു. അപ്പോൾ ഞാൻ അപ്പോൾ തന്നെ അവർക്ക് കാണാൻ ചോദിച്ചെടുത്തു. അപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ കണ്ടിട്ട് പറഞ്ഞ് നമുക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. എന്താ അപ്പം നമുക്ക് അതായിട്ട് നമ്മൾ ഹൈ ആയി. കാരണം എത്രയും കാലം ആ ഫസ്റ്റ് കിട്ടിയ പടത്തിൻ്റെ ഹൈ ഇങ്ങനെ ഡൗൺ എടുപ്പോൾ അപ്പം അല്ല മിക്ക ആളുകൾ ഇങ്ങനെ നിൽക്കുകയാണ് ഫാത്തിമ എപ്പോഴും. പക്ഷേ ഈ വേഫെയർ ആണെങ്കിലും ഇന്നാകുമ്പോൾ ഈ സാധനം വീണ്ടും ഞാൻ പിന്നെന്താ നമുക്ക് ഇത് സന്തോഷമുള്ള രീതിയിൽ അവിടുന്ന് അവർ ചെയ്ത്. പിന്നെ അവർ ഫസ്റ്റ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് പറയുന്നത് കറക്റ്റായിട്ട് അവിടെ ആൾ പറയാം നമ്മളിത് അങ്ങനെ ഒരു ഈ പടം അങ്ങനെ കൊമേഴ്ഷ്യലി അങ്ങനെ ഉണ്ടാക്കുക ആ രീതിയിലല്ല. നമ്മൾ അതിൻ്റെ സാധനം ഉണ്ട് എന്നാൽ പോലും നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കുന്നത്. ഈ സിനിമ നല്ല സിനിമയാണ്, ഇത് ആളുകൾ കാണണം, അതുകൊണ്ട് മാത്രമാണ് നമ്മളിത് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാന്നുള്ള തീരുമാനത്തിൽ എത്തിയതാണ് വേഫെയറിൻ്റെ. വേഫെയറിൻ്റെ സൈഡിൽ നമുക്ക് ഇതുവരെ നല്ല രീതിയിലുള്ള സപ്പോർട്ടാണ് കിട്ടിയുള്ളത്. നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ സിനിമയിൽ ഫസ്റ്റ് എൻട്രി ചെയ്യാണ്. അപ്പോൾ ഇതിൻ്റെ പരിപാടികൾ എങ്ങനെയായിരുന്നു എന്നൊക്കെ നമുക്ക് തന്നെ അറിയില്ല. പക്ഷെ ഇവരതൊക്കെ കോർഡിനേറ്റ് ചെയ്ത് നമ്മളൊപ്പം നിന്ന് എല്ലാ പരിപാടികളും ചെയ്യുന്നുണ്ട്. വേഫെയർ ഫിലിംസ് വന്നപ്പോ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ലോക എടുത്ത അതേ ആളുകൾ തന്നെ ഇതുപോലൊരു ഭയങ്കര കുഞ്ഞു സിനിമ, പക്ഷെ രണ്ട് രീതിയിൽ എന്റർടൈനിങ് ആണെന്നുള്ളതാണ്. അപ്പൊ സിനിമ കാണാന്നുള്ളതാണ് ആളുകൾ നമ്മളുടെ അൾട്ടിമേറ്റ് ആവശ്യം. കണ്ട സെറ്റാണ് അല്ലെ അതിൽ പിന്നെ, കാരണം കണ്ട ഒരാൾ പോലും മോശം പറയാത്ത എല്ലാവരും ഒരുപോലെ നല്ലത് പറയുന്ന സിനിമയാണ് ഞങ്ങള് കോൺഫിഡൻസ്. കാരണം ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യത്തിൽ പറയാൻ പറ്റില്ല. എത്ര ആൾക്കാർ പറഞ്ഞിട്ട് നമുക്ക് ഒരാളടുത്ത് നിങ്ങൾ വരും പടം കാണി നമുക്ക് പറയാനുള്ള ധൈര്യം തരുന്നുണ്ട്. ഇപ്പൊ ഈ കണ്ട ആളുകൾ നമ്മളടുത്ത് സംസാരിക്കുമ്പോൾ കാണുക എന്നുള്ളതാണ്. അപ്പൊ കാണാത്ത ആളുകളോട് ഞാൻ കണ്ടു, എന്റെ ഫാമിലിയിലുള്ള ബാക്കിയുള്ളവരൊക്കെ ഈ അടുത്ത് തന്നെ പോയി കാണും. കാണാത്ത ആളുകളോട് എന്തൊക്കെയാ പറയാനുള്ളത്? എന്തിനാ എടുപ്പിച്ചു നോക്കണേ? ഉസ്താദ് നിങ്ങളെ സാധാരണ കാണുന്ന എക്സ്പ്രഷൻ ഒക്കെ ലേശം കൂടെ കൂടുതൽ. അപ്പൊ ഞാൻ അതിന്റെ റിയാക്ഷൻ ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് ഓവർബോർഡ് സാധാരണ ചിലർ സംസാരിക്കുന്നതിലൊക്കെ പോലെ അപ്പൊ നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ പറയുമ്പോൾ സിനിമ അങ്ങനെ അല്ല, നിങ്ങൾ പക്ക കമ്പീഷനാണ്. അപ്പൊ ഞാനും അവിടുന്ന് ഇങ്ങോട്ട് വരുന്നത് ലേശം ഇതിലാണ്. അപ്പൊ ഞാനും ഇങ്ങനെ നോക്കി പോവാ. നമ്മള് സാധാരണക്കാരനാ. മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് എന്ന സ്ഥലത്ത് ജനിച്ചു വളർന്ന ഒരാളാണ്. സാധാരണ ഒരു നാടകക്കാരനായിരുന്നു. നാടകക്കാരനൂടെ വളർന്നിട്ട് ഇപ്പോൾ സിനിമാക്കാരനായിട്ടുണ്ട്. അപ്പോൾ സിനിമാക്കാരനാകുമ്പോൾ നമ്മുടെ സിനിമ
സാധാരണ ചെറിയൊരു സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ പ്രതീക്ഷകളൊന്നുമില്ല ഇനി. പക്ഷേ നമുക്ക് പ്രതീക്ഷകൾ തന്നത് ഇവിടുത്തെ പ്രേക്ഷകരും നിരൂപകരും വിമർശകരും ഒക്കെ തന്നെയാണ്. അപ്പോൾ ആ സിനിമ തീർച്ചയായിട്ടും ജനങ്ങളിൽ എത്തുക എന്നുള്ളത് ഞങ്ങളെ വലിയൊരു ആഗ്രഹമാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ, ഈ സിനിമ ഒരിക്കലും നിങ്ങൾ കാണാതെ ജീവിതത്തിൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം തന്നെയായിരിക്കും എന്നാണ് ഞാൻ പറയാനുള്ളത്. കാരണം ഞാൻ അഭിനയിച്ചത് കൊണ്ടല്ല, അതൊരു കമേഴ്ഷ്യൽ സിനിമ തന്നെയാണ്. കമേഴ്ഷ്യൽ സിനിമ നിങ്ങൾ ഈ സിനിമ കാണുമ്പം ഇത് ചെറിയൊരു ബഡ്ജറ്റിൽ ഒതുക്കിയൊരു സിനിമ മറ്റുള്ള ഇതുപോലെ എഴുതാനിരിക്കുന്നവരും ഡയറക്റ്റ് ആയിരിക്കുന്നവർക്കും അഭിനയിക്കാനിരിക്കുന്നവർക്കൊക്കെ വലിയൊരു പ്രചോദനം തന്നെയായിരിക്കും. കാരണം നിങ്ങൾ പ്രേക്ഷകർ ഇത് ഏറ്റെടുത്ത് ഇതുപോലുള്ള സിനിമ വിജയിപ്പിക്കുകയാണെങ്കിൽ ഇനിയും ഇതുപോലെ ഒരുപാട് സിനിമകൾ വന്നുകൊണ്ടേയിരിക്കും. നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഇപ്പം ആവറേജ് ആലുവ മുതൽ വയറ്റിലെടുത്ത് പോയി കഴിച്ചാൽ ഏകദേശം 1,00,000 ആളുകൾ എഴുതാനും അഭിനയിക്കാനും സംവിധാനത്തിലൊക്കെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരൊക്കെ അതേമാതിരി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ സിനിമ ചെയ്താൽ എന്താ അവസ്ഥ ചെയ്യുന്നത്. പക്ഷേ പ്രേക്ഷകരെ ഏറ്റെടുത്ത് ഇങ്ങനത്തെ പോലുള്ള നല്ല സിനിമകൾ വിജയിപ്പിച്ചാൽ കേരളം സെറ്റാണ്. അല്ലേ? അപ്പൊ കുമാരേട്ടൻ ഇവിടെ തന്നെ നിന്നോട്ടെ, മലപ്പുറത്തുനിന്ന് ഇങ്ങോട്ട് പോരെ? ഞാൻ ഇവിടെ തന്നെ താമസം. നമുക്ക് ഇനി ഫുൾ ലെങ്ത് സിനിമയൊക്കെ ചെയ്യണ്ടേ? സെറ്റ് ആവണ്ടേ? അതെ, തീർച്ചയായിട്ടും. ഈ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊന്നും ചെയ്താൽ പോരെ, വലിയ വലിയ സംഭവങ്ങളായി വരട്ടെ. ഇപ്പൊ വലിയൊരു സിനിമ ചെയ്യുന്നുണ്ട്, ബി ഉണ്ണികൃഷ്ണൻ സാറിന്റെ ഒരു നിവിൻ പോളി പടം. പേരിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. സിനിമകളൊന്നും കണ്ടില്ലേ? വേറെ സിനിമകളൊന്നും കണ്ടില്ല? കണ്ടിട്ടുണ്ട്. നസ്ലിന്റെ ഒരു പടം ഉണ്ട്, 18+ കണ്ടിട്ടുണ്ടോ? അച്ഛനായിട്ടുള്ള കണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ എനിക്ക് നിങ്ങളെ അറിയാം, പക്ഷെ ഏതൊക്കെ സിനിമകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എടുത്തു പറയാൻ പറ്റില്ല. പക്ഷെ ഇനിയിപ്പോ ഞാൻ പറയും, ഫെമിനിച്ചി ഫാത്തിമ ഉസ്താദ്. ഇനി മറക്കൂല, അത് മതി. അവിടെ രജിസ്റ്റേർഡ് ആണ്. അതാ ഞാൻ പറഞ്ഞു ഇവിടെ നിന്നോ. അപ്പൊ അതൊരു പേര് ഉസ്താദ് എന്നിട്ടല്ലോ. ഉസ്താദ് ഉസ്താദ്, മറ്റേ ഉസ്താദ് അങ്ങനെ പോലെ അങ്ങോട്ട് പോകും, റൂട്ട് മാറിപ്പോവും. ഓക്കെ, അപ്പൊ ഫെമിനിച്ചി ഫാത്തിമ വൻ സംഭവമായി മാറട്ടെ. ഓൾറെഡി അത് സംഭവമാണ്, പക്ഷെ ആളുകൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടാവട്ടെ. ഇഷ്ടാവും ഉറപ്പാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്.